ഡോക്ടർ അനൂപ്, ഈ സർജറി കഴിയുമ്പോഴേ ആൾക്കാർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ദാറ്റ് ഹി വോണ്ട്സ് ടു ഗെറ്റ് ബാക്ക് പഴയ പോലെ. അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്നതാണ് സർജറിക്ക് മുന്നേ സർജറി ഇങ്ങനെ ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഫിസിയോതെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുക? എല്ലാവരുടെയും വിചാരം ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ചിലരോട് നമ്മൾ പറയും 3 മാസം ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ അവരുടെ പെട്ടെന്ന് അവർക്ക് അയ്യോ 3 മാസം ഞാൻ ഹോസ്പിറ്റലിൽ വരണോ? അപ്പോൾ എന്താണ്, ഈസ് ദർ സംതിങ്, ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തെറാപ്പി ഉണ്ടോ, ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന തെറാപ്പി, അതെങ്ങനെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾ എല്ലാവർക്കും ഈ ഒരു ഡീജനറേറ്റീവ് ഡിസീസ് വന്നത് മിക്കവാറും ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫിലെ ചേഞ്ചസിൻ്റെ ഒരു ആകത്തുകയായിരിക്കാം. ചിലപ്പോൾ അവർക്ക് ഹാബിച്വലായിട്ട് കുറച്ച് തേയ്മാനം കൂടുതലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ പുവർ പോസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരു തേയ്മാനത്തിൽ കലാശിച്ചതായിരിക്കും. എന്നിരുന്നാൽ തന്നെ അവർക്കൊരു റീഹാബിലിറ്റേഷൻ, അല്ലെങ്കിൽ സ്പൈനെ സംബന്ധിച്ചൊരു റീഹാബിലിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പാരാസ്പൈനൽ മസിൽസ്, നമ്മുടെ സ്പൈനിനെ സപ്പോർട്ട്, നട്ടലിന് ചുറ്റുമുള്ള ആ മസിൽസിനെ കൂടുതൽ ബലപ്പെടുത്തി ആ സ്പൈനിൻ്റെ ഡിസ്ക് അതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് വഴി പോകുന്ന ആ ഒരു വെയിറ്റ് ലോഡ് കുറയ്ക്കുക എന്നുള്ളത്. പണി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, മസിലിനെ കൂടുതൽ ജോലി എടുപ്പിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി കൊണ്ട് നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയയാണ്. അതിപ്പോൾ സർജറി കഴിഞ്ഞ് ഏകദേശം നമുക്ക് വളരെ ഏർലി ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള എക്സർസൈസുകൾ തുടങ്ങാൻ പറ്റും. പിന്നീട് ഈ പാരാസ്പൈനൽ മസിൽസിന് ഏകദേശം ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒക്കെയാണ് ഞാൻ യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്, സ്പൈൻ എക്സ്റ്റൻഷൻ എക്സർസൈസുകൾ. ഇത് ഒരു വൺ ടൈം ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. അതെ, അത് അവർ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടതാണത്. അതൊരു ആഴ്ചയിലൊരു 7 ദിവസം ഉണ്ടെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും അതൊന്ന് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ, അതിൻ്റെ കൂടെ പോസ്റ്ററിങ് കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ കീ ഹോൾ സർജറി ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരു നോർമൽ ലൈഫിലേക്ക്, എന്താണോ ബാക്കിയുള്ളവർ ചെയ്യുന്നത് അതിലേക്കൊക്കെ തിരിച്ചു പോകാവുന്നതാണ്. പ്രഗ്നൻസി കഴിഞ്ഞ ആൾക്കാർക്ക്, ഒരു ഡെലിവറി കഴിഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് നമ്മൾ പറയും ഫിസിയോതെറാപ്പി ആസ് ഏർലി ആസ് പോസിബിൾ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസ്? നമുക്ക് ചിലപ്പോൾ ചില സ്ത്രീകളിൽ നമുക്ക് അതുവരെ ഇല്ലാത്തൊരു ബാക്ക് പെയിൻ പ്രഗ്നൻസി പീരീഡിൽ കണ്ടിട്ടുണ്ട്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് റിലാക്സിൻ. ശരീരത്തിലെ നമുക്ക് മസിലുകളൊക്കെ റിലാക്സ് ചെയ്യുന്ന ഒരു ഹോർമോൺ കൂടുതലായിട്ട്, അത് ഡെലിവറി ഫെസിലിറ്റേറ്റ് ചെയ്യാനും ശരീരത്തിൻ്റെ ഒരു ചേഞ്ചാണത്. അപ്പോൾ ചില പെയിനുകളൊക്കെ കൺട്രോൾഡ് ആയിട്ടിരുന്ന സ്പൈനിൽ അതുവരെ ഇല്ലാത്ത പെയിനുകൾ ചിലപ്പോൾ അന്നേരം വരാം. ചിലപ്പോൾ ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ട് ഡിസ്ക് തേയ്മാനത്തിൻ്റെ എന്തെങ്കിലും ഈ മസിൽ ലെവലിൽ നിൽക്കാവുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ ഡെലിവറിയുടെ സമയത്ത് കൂടുതലായിട്ട് വന്നേക്കാം. ചിലരിലിത് വളരെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കൊണ്ട്, ആ ഒരു മസിൽ അയയുന്ന ഒരു പ്രോസസ്സ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. മിക്കവാറും പേരിൽ അത് ഡിസപ്പിയർ ചെയ്യാറുണ്ട്, എങ്കിലും കുറച്ച് പേരിൽ തുടർച്ചയായിട്ട് ഇത് കണ്ടിട്ടുണ്ട്. ചിലരിൽ ഈ സ്പോണ്ടൈലോലൈസിസ് എന്നൊക്കെ പറഞ്ഞുള്ള ബോൺ ഗ്യാപ്പ് ഉള്ളവരുണ്ട്. നമ്മൾ അത് ചിലപ്പോൾ അതിൻ്റെ ഒരു പെയിൻ അതൊന്ന് കൺട്രോൾ ചെയ്ത് മസിലൊക്കെ പിടിച്ച് നിർത്തിയിരുന്ന ഒരു പെയിൻ ചിലപ്പോൾ ആ പ്രഗ്നൻസി ടൈമിൽ കൂടാറുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു സർജറി പലതരമുണ്ട്. ഇപ്പോൾ ഡിസ്ക് സർജറി ആവാം, ഫ്യൂഷൻ സർജറി ആവാം. ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി കോമൺ മാൻ്റെ ടേമിൽ പറഞ്ഞാൽ സ്ക്രൂ ഇടുന്നു, അല്ലേ? സ്ക്രൂ ഇടുന്നു, ഉറപ്പിക്കുന്നു. ഈ സ്ക്രൂ പലർക്കും ഒരു ക്വസ്റ്റ്യനാണ്, ഇത് വെച്ചിട്ട് എനിക്ക് MRI എടുക്കാൻ പറ്റുമോ, യാത്ര ചെയ്യാൻ പറ്റുമോ, ട്രാവൽ സമയത്ത് മറ്റേ മെറ്റൽ ഡിറ്റക്ടർ അടിക്കുമ്പോൾ TD ശബ്ദം വരുമോ? എല്ലാവർക്കും ഒരു കോമൺ ചോദ്യമാണ്. അതെന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ടൈറ്റാനിയം, കൂടുതലെന്നല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇപ്പോൾ ടൈറ്റാനിയം സ്ക്രൂ ഇംപ്ലാന്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവ ശരീരമായിട്ട് ഏറ്റവും കോമ്പാറ്റബിലിറ്റി ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് നമുക്ക് MRI എടുക്കാൻ യാതൊരു തടസ്സവുമില്ല. ചിലപ്പോൾ ആ ലെവലിലെ ഇൻ്റർപ്രിട്ടേഷൻസ് ചിലപ്പോൾ കുറച്ചൊന്ന് ബാധിക്കപ്പെട്ടേക്കാം, എങ്കിലും നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ MRIക്ക് തടസ്സമില്ല. മെറ്റൽ ഡിറ്റക്ടറിലും അവ പിക്കപ്പ് ചെയ്തതായിട്ട് എനിക്കറിവില്ല, എങ്കിലും പലരും സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് ഇങ്ങനത്തെ ഒരു ഇംപ്ലാന്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ എപ്പോഴും MRIക്ക് ചെല്ലുമ്പോൾ, വേറെ എന്ത് കാരണത്തിനാണെങ്കിലും MRI ചെല്ലുമ്പോൾ ഇതൊന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെ ഒരു സർജറി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഇംപ്ലാന്റ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഈ സ്റ്റീൽ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും ഇപ്പം ഒരു ഇംപ്ലാന്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഓർത്തോ സർജറി കഴിഞ്ഞവർക്ക് ഈ ഇംപ്ലാന്റ് എടുക്കാറുണ്ടല്ലോ, സ്പൈനിൽ നമുക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യം വരാറുണ്ടോ? ചില വളരെ ചുരുങ്ങിയ കേസുകളിൽ ചിലപ്പോൾ നമ്മളൊരു ഫ്രാക്ചർ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടതാണ് എങ്കിൽ നമുക്ക്
അത് എടുത്തു മാറ്റി അതിൻ്റെ മോഷൻ കുറച്ചുകൂടെ സാധ്യമാക്കുന്ന ലെവലിലുള്ള സർജറികൾ നമ്മൾ ചെയ്യാറുണ്ട്. വളരുന്ന കുട്ടികൾക്കാവാം, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫ്രാക്ചർ ഹീലിങ്ങിന് വേണ്ടി. പക്ഷേ അതൊക്കെ വളരെ ചുരുക്കമാണ്. നമ്മൾ ഇംപ്ലാന്റ് മാറ്റാൻ വേണ്ടി മാത്രം ഒരു ശസ്ത്രക്രിയ ചെയ്യാറില്ല. പക്ഷേ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ഒരു ഫ്രാക്ചർ പർപ്പസിന് വേണ്ടി ഇട്ടതാണെങ്കിൽ നമുക്ക് കാലക്രമേണ അത് റിമൂവ് ചെയ്യാം.